നമസ്കാരം. നിങ്ങളെല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കാന്ന് വിശ്വസിക്കുന്നു. ഞാനും അതെ സുഖായിട്ടിരിക്കാ ട്ടോ. ഇന്ന് കിച്ചൺ പോസ്റ്റർ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അതിനു വേണ്ടി കുറച്ച് ഫോട്ടോസും 2 വൈറ്റ് ചാർട്ട് പേപ്പറും എടുത്തിട്ടുണ്ട്. ഈ പോസ്റ്റർ കിച്ചണിലെ വിൻഡോയിലാണ് ഞാൻ സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടുത്തെ മെഷർമെൻ്റൊക്കെ കിച്ചൺ വിൻഡോയുടെ മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോട്ടോസ് ആണെങ്കിൽ ഞാൻ ഗ്ലോസി ഫോട്ടോ പേപ്പറിൽ പ്രിൻ്റ് എടുത്താ കേട്ടോ. അപ്പോൾ വിൻഡോയുടെ മെഷർമെൻ്റ് അനുസരിച്ച് ഈ ചാർട്ട് പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അത് ഈ ടേബിളിനേക്കാളും വലുതായതുകൊണ്ട് ടേബിളിൽ വെച്ച് കട്ട് ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് നിലത്ത് വെച്ച് ചെയ്യാൻ പോവാണേ. നിലത്ത് വെച്ച് കട്ട് ചെയ്തെടുത്തു. പക്ഷേ ദേ ഒട്ടിക്കുന്നതിന് മുമ്പ് ആളെത്തി. നല്ല ഉറക്കത്തിൽ കിടന്ന ആളാണ് കേട്ടോ. കൊച്ചുമോൻ ദേ ഇപ്പോൾ ഇതിനകത്ത് എഴുന്നേറ്റിരിപ്പുണ്ട്. ഇക്രൂന് ഇതൊരു പതിവുള്ള കാര്യമാണ്. ഞാൻ പേപ്പറൊക്കെ വിരിച്ച് നിലത്തിരുന്ന് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആളാ ചെയ്യുന്ന കാര്യത്തിൽ ഇതുപോലെ വന്നിരിക്കും. ഇനിയിപ്പോൾ ന്യൂസ് പേപ്പർ എങ്ങാനും നിലത്ത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ച് ചുമ്മാ അതേ നോക്കിയിരുന്നാലും ഞാൻ എന്തോ ചെയ്യുകയാണെന്ന് കരുതിയിട്ട് ആ പേപ്പറിൻ്റെ മണ്ടയ്ക്ക് വന്നിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇവനെ ഉന്തി മാറ്റാനും അവനെ വെച്ചിട്ട് ഈ പേപ്പർ വലിച്ചൊക്കെ നോക്കുന്നുണ്ട്. പേപ്പർ കീറിപ്പോലെ അവൻ്റെ വെയിറ്റ് കൊണ്ട് അവനെ വെച്ചുകൊണ്ട് ഇങ്ങനെ പേപ്പർ വലിക്കുവാണേലും. പിന്നെ സാൽമൺ ട്രീറ്റ് തരാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആൾ എഴുന്നേറ്റ് പോകുന്നില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഇരുന്ന് ഹാപ്പി ആയി കഴിയുമ്പോഴത്തേനും എഴുന്നേറ്റ് പൊക്കോളും കേട്ടോ. അപ്പോൾ അവിടെ ഇരിക്കട്ടെ. അവസാനം ഇക്രു ഹാപ്പി ആയിട്ട് എഴുന്നേറ്റ് പോയി. അപ്പോൾ ഞാൻ ചാർട്ട് പേപ്പർ രണ്ടും കൂടെ ഒട്ടിച്ചെടുത്തു. ഇനി ഇതിൽ ആദ്യം ഞാൻ എഴുതാം എന്നാണ് കരുതിയത് കേട്ടോ. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ മൊബൈലിൽ ഞാൻ കാണിക്കുന്നില്ലേ ആ പിക്ചർ പോലെ ഞാനൊന്ന് എഴുതിയെടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു പ്രാവശ്യം എഴുതുകയും ചെയ്തു കേട്ടോ. കിച്ചൺ എന്നാണ് എഴുതിയത്. അപ്പോഴാണ് ഫോട്ടോസൊക്കെ സ്റ്റിക്ക് ചെയ്യുമ്പോഴേക്കും എഴുതുന്നതൊക്കെ മറഞ്ഞു പോവുകയല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം ഫോട്ടോസ് ഒട്ടിക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ഫോട്ടോസിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വരികയല്ലേ. 2-3 ഫോട്ടോസ് ഒട്ടിച്ച് കഴിയുമ്പോൾ അതിനിടയ്ക്കൊക്കെ സ്ഥലം ഉണ്ടാവും. അപ്പോൾ ആ ഉള്ള സ്ഥലത്തിൽ എഴുതാമെന്ന് വിചാരിച്ചു. അതിന് ആദ്യം ഫോട്ടോസ് എല്ലാം ചാർട്ട് പേപ്പറിൽ ഒട്ടിക്കുവാണേ. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ബ്ലാക്ക് സ്കെച്ച് പെന്നും റെഡ് ബ്രഷ് പെന്നൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇതിൽ നിറച്ചും എഴുതി കൊടുത്തേക്കുന്നത് കേട്ടോ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യം എനിക്കിത് കാണാൻ അത്ര ഭംഗിയുണ്ടാവുമോ എന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. എന്നാലും മനസ്സിലൊരു പിക്ചർ ഉണ്ടാവുമല്ലോ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന്. അപ്പോൾ അതുപോലെ തന്നെ വന്നു കേട്ടോ. ഇനി ഞാനിത് വിൻഡോയിൽ സ്റ്റിക്ക് ചെയ്തതിന് ശേഷമുള്ളത് കാണിച്ചു തരാവേ. വിൻഡോയിൽ ഞാൻ സ്റ്റിക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ശരിക്കും ഇത് വോളയിൽ കിച്ചണിൽ ഏതെങ്കിലും ഒരു ഭിത്തിയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ കാണാൻ ഭംഗി കേട്ടോ. പക്ഷേ എനിക്കതിനുള്ള ഒരു ധൈര്യമില്ല. കാരണം എങ്ങാനും ചെയ്ത് കഴിഞ്ഞിട്ട് വൃത്തികേടായിപ്പോയാൽ പിന്നെ എല്ലാവരും കൂടെ എന്നെ ശരിയാക്കുകയല്ലേ. പിന്നെ അതിൻ്റെ പുറത്ത് പെയിൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാനത് വോളൈ ചെയ്തില്ല. പക്ഷേ ഇവിടെ സ്റ്റിക്ക് ചെയ്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം അത് വോളൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ഒത്തിരി പേര് കാണുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ. വീണ്ടും കാണാം. ബൈ.